ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞെന്ന് ട്രാൻസ് വുമൺ അവന്തിക. ബംഗളൂരുവിലോ ഹൈദരാബാദിലോ പോകാമെന്നാണ് രാഹുൽ പറഞ്ഞത്. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ആശങ്കപ്പെട്ട രാഹുൽ ഇന്നും വിളിച്ചിരുന്നു. കോൾ ഡീറ്റെയിൽസും അവന്തിക പുറത്തുവിട്ടു. ടെലിഗ്രാം 1 സെന്റ് ഓപ്ഷൻ വഴിയാണ് മെസ്സേജുകൾ അയച്ചിരുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്നും അവന്തിക പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അയാൾ വന്ന് മെസ്സേജ് അയക്കുകയും മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും അത്തരം ഇടങ്ങളിലേക്ക് പോയി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതമായുള്ള നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഇതാണ് രാജിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ട് അയാൾ തുടരുകയാണ്. പക്ഷെ അതിൽ പോലും തുടരാനുള്ള ഒരു യോഗ്യത അയാൾക്കില്ല എന്നാണ് പറയാനുള്ളത്. അയാൾ എനിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച ഒരു വ്യക്തിയാണ്. തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷമാണ് എനിക്ക് ഇയാളായിട്ടുള്ള ഒരു പരിചയം. അവിടെ വെച്ചൊരു ഡിബേറ്റിൽ കണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയുമോ എന്നുള്ള അയാൾ ഭയപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ ഇന്നും അയാൾ ഒരു പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ അയാൾ കുറേ തവണ എന്നെ കോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തുന്ന സമയത്തും അയാൾ എന്നെ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ്. ടെലഗ്രാമിൽ 1 സെന്റിൽ വരുന്ന മെസ്സേജുകളാണ്. ആ മെസ്സേജുകളെല്ലാം തന്നെ ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന മെസ്സേജുകളാണ്. അപ്പോൾ അയാൾ ഇതെല്ലാം ബോധ്യപൂർവം നടത്തിയ ശ്രമങ്ങളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭഛിദ്ര ആരോപണം ഉന്നയിച്ച് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി. ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശവും ചാറ്റുകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്തിയെന്ന് കാണിച്ച് അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് നിയമോപദേശം തേടി. ഒരു കുഞ്ഞിന്റെ ജനിക്കാനുള്ള അവകാശത്തെ തടയാൻ ശ്രമിച്ചു എന്ന് കാണിച്ചാണ് ബാലാവകാശ കമ്മീഷനിൽ പരാതി. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശത്തിന് പുറമെ വാട്സാപ്പിലും ടെലിഗ്രാമിലും ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ നടത്തിയ സംഭാഷണങ്ങൾ പുറത്തു വന്നു. ഗർഭഛിദ്രത്തിന് വഴങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത യുവതിയോട് തനിക്കില്ലാത്ത പ്രശ്നം എനിക്കില്ലെന്നും ഐക്വിറ്റെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ചാറ്റിലുണ്ട്. പാർട്ടിയിലെ സഹപ്രവർത്തകരോട് സൗഹൃദം സ്ഥാപിക്കാനായി അയച്ച മെസ്സേജുകളും പുറത്തുവന്നു. 2020 ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അയച്ച സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. 24 തിരുവനന്തപുരം. അതേസമയം യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തായി. കോൺഗ്രസ് നേതൃത്വം കൈവിട്ടതോടെ മറ്റു വഴികളൊന്നുമില്ലാതെ രാഹുൽ രാജിവെക്കുകയായിരുന്നു. തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ പരാതി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അരമണിക്കൂറിലേറെ സ്വയം ന്യായീകരിച്ച ശേഷമാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. കുറ്റം ചെയ്തിട്ടില്ലെന്നും നേതൃത്വമോ നേതാക്കളോ തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിച്ചവരോട് പരാതി നൽകാൻ വെല്ലുവിളി. ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? അത് അവർ തെളിയിക്കട്ടെ. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും കൂടുതൽ തെളിവുകളും പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. നടപടി വൈകരുതെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു. രാജിയിൽ യുവനടിയുടെ പ്രതികരണം ഇങ്ങനെ: ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. 24 പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് വിലങ്ങുതടിയാകുമെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ടു പോയാൽ ഇനിയും പരാതികൾ ഉയർന്നു വരുമെന്നതും കൈവിടാൻ പ്രേരണയായി. രേഖാമൂലമുള്ള പരാതിയില്ലെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന നിലപാടാണ് രാഹുലിന്റെ ചീട്ടുകീറിയത്. KSUവിലൂടെ വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസിൽ എത്തിയതാണെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയർത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭാവി നേതാവെന്ന് കണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നൽകിയ നിർലോഭമായ പിന്തുണയിലായിരുന്നു സീനിയോറിറ്റി മറികടന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച. എന്നാൽ ജൈത്രയാത്ര തുടരുന്നതിനിടെ ഉണ്ടായ ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്തിയത്. സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ പാർട്ടിയും മുന്നണിയും കൈമേയി മറന്ന് പൊരുതുമ്പോൾ ഉയർന്നു വന്ന ആക്ഷേപം പുറക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകൾക്ക് വിലങ്ങുതടിയാകുന്ന തിരിച്ചറിവിൽ നേതാക്കൾ നടപടിക്ക് മുതിരുകയായിരുന്നു. ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്,
അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. പരാതി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ വളർച്ച നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന സമീപനവും രാഹുൽ മാങ്കൂട്ടത്തിന് വിനയായി. അതുവരെ പരാതിയില്ല തുടങ്ങിയ സാങ്കേതികത്വത്തിൽ തൂങ്ങി നിന്ന സംസ്ഥാന നേതൃത്വത്തെ രാഹുലിനെ കൈവിടാൻ പ്രേരിപ്പിച്ചത് ഹൈക്കമാൻഡ് നിലപാടാണ്. മുതിർന്ന നേതാക്കളും നടപടി വേണമെന്ന വാദത്തോടെ യോജിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായി. പെട്ടെന്ന് വളർന്ന് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ വെമ്പിയ യുവ നേതാവിന്റെ വീഴ്ച, വൻ വീഴ്ച. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM-ഉം BJP-യും. ആരോപണങ്ങൾ ഗൗരവതരമെന്ന് CPM-ഉം രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് BJP-യും പ്രതികരിച്ചു. അതേസമയം വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ ഷാഫി പറമ്പിൽ MLA ബീഹാറിലേക്ക് പോയി. പ്രതിപക്ഷ നിരയിലെ പ്രധാന യുവനേതാവിനെതിരെയുള്ള ആരോപണം CPM-ന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ആയുധമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനമൊഴിയുന്ന കാര്യം കോൺഗ്രസ് പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കർണാടകയിലെ പ്രജ്വൽ റേവണ്ണെ ഓർമ്മിപ്പിച്ചായിരുന്നു രാഹുലിനെതിരെ ഡോക്ടർ P. സരിൻ രംഗത്തെത്തിയത്. VD സതീശനും ഷാഫി പറമ്പിലിനും വിമർശനം. കൊണ്ടു നടന്നത് നീയേ ഷാഫി, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ സതീശ എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എന്തിനു വേണ്ടിയായിരുന്നു പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? രാഹുൽ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണം. ഒരു MLA എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ MLA-ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഒരു ജനപ്രതിനിധി ഒരു കാരണവശാലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കാൻ പാടില്ല. പൊതുസമൂഹത്തിന് മാതൃക കാണിക്കേണ്ടയാളാണ്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം. വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ ഒഴിവാക്കി ഷാഫി പറമ്പിൽ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോയി. വോട്ടറധികാര യാത്രയിൽ പങ്കെടുക്കാനാണെന്നാണ് വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി DYFI-യും മഹിളാ മോർച്ചയും. രാഹുലിനെ സംരക്ഷിച്ചെന്ന് കുറ്റപ്പെടുത്തി VD സതീശന്റെ പറവൂരിലെ MLA ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിവാദങ്ങൾക്കിടെ നാളെ നടക്കേണ്ട പരിപാടിയിൽ നിന്ന് രാഹുലിനെ പാലക്കാട് നഗരസഭ വിലക്കി. തൃശൂരിൽ നാളെ നടത്താനിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് മാറ്റിവെച്ചു. പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിലേക്ക് പൂവൻകോഴിയുമായിട്ടായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. MLA ഓഫീസ് ബോർഡിൽ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. രാഹുലിന്റെ അടൂരിലെ വസതിയിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂരിലെ MLA ഓഫീസിലേക്ക് DYFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ DYFI പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം നാളെ പാലക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കി. നഗരസഭയിലെ BJP ഭരണസമിതിയുടേതാണ് തീരുമാനം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ നാളെ നിശ്ചയിച്ച ലോങ് മാർച്ച് മാറ്റിവെച്ചു. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ആര് എന്നതിൽ സംഘടനയിൽ ചർച്ചകൾ സജീവമായി. നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി അധ്യക്ഷ പദവിയിലെത്തും എന്നാണ് സൂചന. എന്നാൽ ഒറ്റ പേരിലെത്താൻ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ I ഗ്രൂപ്പ് നോമിനിയായി മത്സരിച്ച അബിൻ വർക്കിക്കാണ് സാധ്യത കൂടുതൽ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അബിൻ വർക്കിക്കായി സമ്മർദ്ദം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബിനു ചുള്ളിയിലിന്റെ പേരും സജീവമായി ഉയർന്നു കേൾക്കുന്നു. KC വേണുഗോപാലിന്റെ പിന്തുണയാണ് ബിനു ചുള്ളിയിലിന്റെ കരുത്ത്. KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിനായി ഒരു വിഭാഗം രംഗത്തുണ്ട്. സംസ്ഥാന അധ്യക്ഷ പദം അഭിജിത്തിന് നൽകണമെന്ന് MK രാഘവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു. OJ ജനീഷ്, JS അഖിൽ തുടങ്ങിയവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നു എന്ന പരാതിയുമായി T. സിദ്ദിഖ് MLA-യുടെ ഭാര്യ ഷറഫുന്നീസ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സിദ്ദിഖും ഷറഫുന്നീസയും കുട്ടിയും ഇരിക്കുന്ന ഫോട്ടോ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ശശികല റഹീം, KK ലതിക, ബിവിജ കാലിക്കറ്റ് എന്നീ പ്രൊഫൈലുകൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്.
പീരുമേട് MLA-യും CPI നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും മൃതദേഹം MN സ്മാരകത്തിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും MN സ്മാരകത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം ഇടുക്കിയിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 11 മണിക്ക് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ഇടുക്കി പഴയ പാമ്പനാറിലെ SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം. 5 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തനത്തിലൂടെയാണ് വാഴൂർ സോമൻ ജനശ്രദ്ധ നേടിയത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ വാഴൂർ സോമൻ ട്രേഡ് യൂണിയൻ രംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു തുടക്കം. കോട്ടയം വാഴൂർ സ്വദേശിയായ സോമൻ 4 പതിറ്റാണ്ട് മുൻപ് പാർട്ടി ചുമതലയേറ്റെടുത്ത ഹൈറേഞ്ചിലേക്ക് കയറിയതാണ്. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും വാഴൂർ സോമനെ പ്രിയങ്കരനാക്കി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ പ്രവർത്തക സമിതി അംഗം, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ, വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. 2021 പീരുമേട് നിന്നുള്ള കന്നി പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ സിറിയക് തോമസിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. ഹൈറേഞ്ചിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളായ വന്യമൃഗശല്യം, വനഭൂമി കൈയേറ്റങ്ങൾ, മോശപ്പെട്ട റോഡുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളാണ് വാഴൂർ സോമൻ സ്വീകരിച്ചത്. പലപ്പോഴും വനം വകുപ്പിനെതിരെ പരസ്യമായി രംഗത്തു വന്നു. ഹൈറേഞ്ച് മേഖലയിലെ പരുക്കൻ റോഡുകളിലൂടെയുള്ള യാത്രയ്ക്കായി വാഴൂർ സോമൻ ഉപയോഗിച്ചിരുന്ന മഹീന്ദ്ര ജീപ്പ് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. കൊല്ലത്ത് 2.5 വയസ്സുകാരിക്ക് തെരുവു നായയുടെ കടിയേറ്റു. സജീർ സൗമ്യ ദമ്പതികളുടെ മകൾ ഹഫ്സയ്ക്കാണ് നായയുടെ കടിയേറ്റത്. ചിതറ തലവരമ്പിലായിരുന്നു ഈ സംഭവം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സുജിത്ത്, അത് എങ്ങനെയാണ് ഈ കുഞ്ഞിന്, ഈ ചെറിയ കുട്ടിക്ക്, വളരെ കുഞ്ഞു കുട്ടിയാണല്ലോ, 2.5 വയസ്സുള്ള കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്? അതെ വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന ആ കുട്ടിയുടെ കയ്യിൽ തെരുവുനായ കടിച്ചത്. കുട്ടിയുടെ വലതു കൈയിൽ ഈ നായ കടിച്ചു വലിക്കുകയായിരുന്നു. കുട്ടി കരയുന്നത് കേട്ടുകൊണ്ട് അമ്മ സൗമ്യ ഓടിയെത്തിയാണ് നായയിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ വാക്സിൻ നൽകുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി നാളെ തന്നെ കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സംഭവം, ഈ കുഞ്ഞിനെ കടിച്ച സ്ഥലത്തിന് അല്പം മാറിയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് മറ്റൊരു 3 വയസ്സുകാരിക്കും തെരുവുനായയുടെ ആക്രമണമേറ്റത്. പ്രദേശത്ത് തെരുവുനായ ശല്യം വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലധികം നാട്ടുകാരടക്കം പരാതി നൽകിയിട്ടും കാര്യമായ ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഏതായാലും കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. നാളെ കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സയിൽ ലഭ്യമാക്കും. വിജയകുമാർ. യെസ്, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് തെരുവുനായ വീട്ടുമുറ്റത്ത് നിന്ന് ആക്രമിച്ചത്. അതിൻ്റെ കയ്യിൽ കടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സുജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ ഓടിയെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്ന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. BJP-യെയും DMK-യും കടന്നാക്രമിച്ച വിജയ് MGR-നെയും വിജയകാന്തിനെയും പുകഴ്ത്തി. മധുരയിൽ 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത TVK-യുടെ 2ാം വാർഷിക സമ്മേളനത്തിലായിരുന്നു വിജയുടെ പ്രഖ്യാപനം. நம்ம கட்சியினுடைய வேட்பாளர் பட்டியலை இப்ப நான் அறிவிக்க போறேன். மதுரை கிழக்கு வேட்பாளர் വിജയ്. ജനനിബിഡമായ മധുരയിലെ സമ്മേളന നഗരിയെ സാക്ഷിയാക്കി വിജയ് നയം വ്യക്തമാക്കി. ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. ഒറ്റയ്ക്ക് പൊരുതി ജയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രൂക്ഷ വിമർശനം. മോദി മുസ്ലിങ്ങളെ ചതിക്കുന്നു. സ്റ്റാലിൻ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. திரு நரேந்திரபாய் தாமோதர் மோடிஜி அவர்களே, எங்களுக்கு என்னென்ன தேவையோ என்னென்ன நல்லதோ அதெல்லாம் செய்ய மாட்டேங்கிறீங்க. ஸ்டாலின் அங்கிள், வாட் அங்கிள் இஸ் வெரி ராங் அங்கிள். ஒரு தவறு செய்தால், அதை தெரிந்து செய்தால் அவர் கபட நாடக MK ஸ்டாலின் அங்கிளாகவே இருந்தாலும், அங்கிள் உங்களுக்கு மனசாட்சின்னு ஒன்று இருந்துச்சுன்னா நாங்க கேட்கிற கேள்விகளுக்கு மட்டும் கொஞ்சம் பதில் சொல்லுங்க അങ്കിൾ. MGR-നും വിജയകാന്തിനും വാനോളം പുകഴ്ത്തൽ. തമിഴ്നാട്ടിലെ ഓരോ സീറ്റിലും താൻ തന്നെയാണ് മത്സരിക്കുന്നതെന്നും തന്റെ മുഖമാണ് പാർട്ടിയുടെ ചിഹ്നമെന്നും വിജയ് പറഞ്ഞു. 24 ചെന്നൈ.
മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിൽ കല്യാണിയമ്മയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തുന്നതിനിടെ ഓടിയ കാട്ടാന കല്യാണിയമ്മയെ ആക്രമിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. രാവിലെ 11 മണിയോടുകൂടിയാണ് കിഴക്കേ ചാത്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണം. വീടിന് സമീപത്തെ ചോലയിൽ കുളിക്കുന്ന കുട്ടികളെ തിരിച്ചു വിളിക്കാൻ പോയതാണ് കല്യാണിയമ്മ. കുട്ടികളെ മടക്കി അയച്ച് തിരിച്ചു വരുമ്പോൾ ആനയുടെ മുൻപിൽപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തുന്നതിനിടെ വഴിമാറി ഓടിയ ആനയുടെ മുൻപിലാണ് പെട്ടത്. പരിക്കേറ്റ നിലയിൽ കണ്ട ഉടനെ പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ രാവിലെ തൊട്ട് മെമ്പർ പറയുന്നുണ്ട്, ഇന്ന് ആന കണ്ട ആളുകളുണ്ട്, അതുകൊണ്ട് അവിടുന്ന് കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ തെരഞ്ഞു പോയതാണ് ഈ അമ്മ. ചെരപ്പറമ്പ് മുകൾ ഭാഗത്ത് നിന്ന് ആന ഇറങ്ങി എന്നുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിക്കുകയാണ് ചെയ്തത്. അവർ വന്ന സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തീർത്തും ജനവാസ മേഖലയിലാണ് ആനയിറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭീതിയും പ്രതിഷേധവുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാത്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ആനയെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട്. ജാഗ്രത വേണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. വനംവകുപ്പിന്റെ നഷ്ടപരിഹാര തുക ബന്ധുക്കൾക്ക് ഉടൻ നൽകും. 24 മലപ്പുറം. പാലക്കാട് വടക്കന്തറയിൽ സ്കൂളിന് സമീപം സ്ഫോടനം നടന്ന സംഭവത്തിൽ കേസെടുത്തു പോലീസ്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അതേസമയം BJP ശക്തി കേന്ദ്രത്തിൽ പൊട്ടിയത് നാടൻ ബോംബാണ് എന്ന ആരോപണവുമായി CPM-ഉം കോൺഗ്രസും രംഗത്തെത്തി. സ്കൂളിൽ സ്ഫോടനം നടന്നത് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. സ്കൂളിന് സമീപം എങ്ങനെ സ്ഫോടന വസ്തു എത്തിയെന്ന് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അവിടെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടായ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊട്ടിയതും സ്കൂളിൽ നിന്ന് കണ്ടെടുത്തതും ബോംബ് തന്നെയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM-ഉം കോൺഗ്രസും. RSSന്റെ കാര്യാലയം പോലീസ് റെയ്ഡ് ചെയ്താൽ അവിടെ ഭീകരമായ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇലക്ഷന് ബൂത്തിലിരിക്കാൻ പോലും CPM-നും കോൺഗ്രസിനും അനുവദിക്കാത്ത ഏരിയയാണ്. അപ്പോൾ അവിടെ അവരുടെ മാത്രം സാങ്കേതികമായിട്ട് വളരെയേറെ അവരുടെ കേന്ദ്രമാണ്. പന്നിപ്പടക്കമാണ് പൊട്ടിയതെന്നാണ് BJP നേതാക്കളുടെ അവകാശവാദം. അവിടെ പിടിച്ചിരിക്കുന്നത് പന്നിപ്പടക്കമാണ്. എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇന്നലെ പന്നിപ്പടക്കമെന്ന് പ്രാഥമികമായി വിലയിരുത്തിയ പോലീസ് പക്ഷേ FIR-ൽ ഉഗ്ര സ്ഫോടനശേഷിയുള്ള വസ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 പാലക്കാട്. മുംബൈക്കടുത്ത് ബോയ്സറിൽ വാതക ചോർച്ച 4 തൊഴിലാളികൾ മരിച്ചു. 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. താരാപൂർ MIDCയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വാതക ചോർച്ചയുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇത് വലിയ തോതിൽ ആ മേഖലയിൽ ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ 4 തൊഴിലാളികൾ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി അവർ പരിക്കോടെ ചികിത്സയിലാണ്. എപ്പോഴായിരുന്നു സംഭവം? എന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ ആ മേഖലയിൽ ഇപ്പോൾ? വിജയകുമാർ, ഉച്ചയ്ക്ക് 2:30യോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. മുംബൈയിൽ നിന്ന് ഏതാണ്ട് 130 കിലോമീറ്റർ അകലെയാണ് ബോയ്സറിലെ ഈ താരാപൂർ MIDC വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്രത്യേക വ്യവസായ മേഖലയാണ്. ഇവിടെ വിവിധ കമ്പനികളുടെ ഫാക്ടറികളും മറ്റും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് മെഡ്ലി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുടെ മരുന്ന് കമ്പനിയുടെ ഉൽപാദന കേന്ദ്രം ഉണ്ടായിരുന്നത്. അതിലൊന്നിലാണ് ഈ തരത്തിൽ വാതക ചോർച്ച ഉണ്ടാവുന്നത്. മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനിടെ വാതക ചോർച്ച ഉണ്ടാവുന്നു. 8 തൊഴിലാളികൾക്ക് അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതിൽ 8 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 4 പേർ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ നില കൂടി ഗുരുതരമാണ് എന്നുള്ള വിവരം വരുന്നുണ്ട്. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, പാൽഘർ ജില്ലയിലാണ് ഈ മേഖല വരുന്നത്, അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഈ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, എന്താണ് പറ്റിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നൈട്രജൻ വാതകം ചോർന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അവിടെ ഇപ്പോൾ ഒരു അപകട സാധ്യത ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാതകം വലിയ തോതിൽ അങ്ങ് പടർന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഫാക്ടറിക്കുള്ളിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്കാണ്, ജീവനക്കാർക്കാണ് ജീവൻ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരത്തെ അറിയാമായിരുന്നു എന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. എല്ലാം കൈവിട്ടുപോയി എന്നറിഞ്ഞപ്പോഴാണ് രാവിലെ വലിയ വികാര പ്രകടനങ്ങൾ നടത്തിയത്.
കള്ളന് കഞ്ഞിവെക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. നിയമസഭാ സാമാജികനായി തുടരാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കള്ളന് കഞ്ഞിവെക്കുന്ന നടപടിയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. വി ഡി സതീശന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരാതികളെല്ലാം അറിയാം. അവസാന നിമിഷം വരെ വി ഡി സതീശൻ ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. എല്ലാം കൈവിട്ടു പോയപ്പോഴാണ് രാവിലെ വലിയ വികാരപ്രകടനം അദ്ദേഹം നടത്തിയത്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. നിയമസഭാ സാമാജികനായിട്ട് തുടരാനുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനില്ല. അദ്ദേഹം രാജിവെക്കണം. ഓണച്ചെലവുകൾക്കായി സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് 3000 കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. കടപ്പത്രം വഴിയാണ് വായ്പ. കഴിഞ്ഞ ആഴ്ചയും 1000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വീണ്ടും 3000 കോടി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നു. തുടർച്ചയായ ആഴ്ചകളിൽ സർക്കാർ ഈ ചെലവിനായി പണം പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്ന ഒരു പ്രവണത തുടരുകയാണല്ലേ? വിജയകുമാർ, ഓണച്ചെലവുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ തുടർച്ചയായ ആഴ്ചകളിൽ ഈ വായ്പയിലൂടെ പണം കണ്ടെത്തുന്നത്. ഈ വരുന്ന ആഴ്ച ചൊവ്വാഴ്ച 3000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് 3000 കോടി രൂപ ശേഖരിക്കുന്നത്. ഓണച്ചെലവുകൾക്ക് ഏതാണ്ട് 19,000 കോടി രൂപയാണ് സർക്കാരിന് ആവശ്യമായി വരിക. വർഷാന്ത്യ ചെലവുകൾ നടക്കുന്ന മാർച്ച് മാസം പോലെ തന്നെ സർക്കാരിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന മാസമാണ് ഈ ഓണക്കാലം. ഉത്സവ ബത്ത, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ ആനുകൂല്യം തുടങ്ങിയവയ്ക്കാണ് പണം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ 3000 കോടി കടമെടുക്കുന്നതിന്, പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നതിന് പുറമെ മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള വായ്പകൾ കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഈ ചെലവുകൾ മീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ധനവകുപ്പ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പൊതുവിപണിയിൽ നിന്ന് 3000 കോടി രൂപയാണ് ഓണച്ചെലവുകൾക്കായി സർക്കാർ വായ്പ എടുക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് രാമനാട്ടുകരയിൽ അതിഥി തൊഴിലാളിയുടെ മകളെ ആൺ സുഹൃത്ത് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് പരാതി. ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയായ പെൺകുട്ടിയെ കടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ഫറൂഖ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രാമനാട്ടുകരയിലെ ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ കാമുകൻ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും മദ്യലഹരിയിൽ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇതിന്റെ പാടുകളുണ്ട്. मायूर में काम में गया था, हम लोग उधर लेट हो गया, आ नहीं सकता। वो 8 बजे तक आया नहीं, रूम में आया नहीं। तो ये छोटा लड़का उसका भाई है, वो मेरा 11 बजे फ़ोन किया कि अभी तक वो लड़की रूम में आया नहीं। तो आया नहीं तो मैं उसको कॉल किया तो उसका फ़ोन रिसीव होता है, कोई बात नहीं होता है। तो वो मॉल में एक आदमी का साथ प्यार हो गया। वो बोला तुमने घूमने जाएगा, प्यार करेगा, घूमने जाएगा। बोला वो आदमी 2 बजे वो दुकान से निकल गया. തട്ടിക്കൊണ്ടുപോകലിനു പിന്നിൽ പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളുമെന്ന് പൊതുപ്രവർത്തകനായ ഉസ്മാൻ പറഞ്ഞു. മിനിയാന്ന് 2 മണിക്ക് ഈ കുട്ടിയെ സാധനങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വിളിച്ചത്. പിന്നീട് ഈ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒന്ന് മണപ്പിച്ച് കുട്ടി ബോധമില്ലാതായി. പിന്നീട് ഈ കുട്ടിക്ക് എന്തോ മയക്കുമരുന്ന് കൊടുത്ത് കൈയെല്ലാം മുറി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുപോയിട്ടത്. 20-ന് പെൺകുട്ടിയെ വീടിന് പരിസരത്ത് ഇറക്കിവിട്ട ശേഷം പ്രതികൾ കാറിൽ കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ ഫറോക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. സംരംഭകർക്ക് പുത്തനാശയങ്ങൾ പകർന്ന കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ ബിസിനസ് കോൺക്ലേവ് ബിസ്കോൺ 25 ചെന്നൈയിൽ നടന്ന ബിസിനസ് കോൺക്ലേവ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ CMD പ്രസന്നകുമാർ മോട്ടുപള്ളി ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള വിവിധ സെഷനുകൾ ബിസ്കോണിൽ നടന്നു. സംരംഭകത്വം പുനർനിർവചിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CTMA ആദ്യ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പ്രമുഖ സംരംഭകരെയും യുവ സംരംഭകരെയും ഒരേ കുടക്കീഴിലെത്തിക്കാൻ ബിസ് കോൺക്ലേവിന് കഴിഞ്ഞു. നെയ്വേലി ലിഗ്നറ്റ് കോർപ്പറേഷൻ CMD പ്രസന്നകുമാർ മോട്ടുപള്ളി ബിസ്കോൺ ഉദ്ഘാടനം ചെയ്തു. We are the 4th largest economy in the globe with around $4.19 trillion economy. We are targeting to be $7 trillion economy by 2030. and $30 trillion economy by 2047. രാജ്യം പുരോഗതി കൈവരിക്കുന്നതിന് പിന്നിൽ സംരംഭകരാണെന്നും ബിസിനസ് ആശയങ്ങളുടെ കൈമാറ്റമാണ് ബിസ്കോൺ ലക്ഷ്യമിടുന്നതെന്നും CTMA പ്രസിഡന്റ് VC പ്രവീൺ. So the more the successful entrepreneurs are there, the world becomes a different world.
India is also changing fastly. Every day India is changing. And India is changing because more and more successful entrepreneurs have come to India, established in India. കേരള ADGP P. Vijayan IPS, ബോച്ചെ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബോബി ചമ്മണ്ണൂർ, മജീഷ്യൻ ഗോപിനാഥ് മുദ്കാട്, നാച്ചുറൽ സലോൺ ഫൗണ്ടർ CK കുമരവേൽ, ബൈജൂസ് മുൻ CEO അർജുൻ മോഹൻ, നടിയും റഡാൻ മീഡിയ വർക്സ് ഫൗണ്ടറുമായ രാധിക ശരത് കുമാർ, DC ബുക്സ് മാനേജിംഗ് പാർട്ണർ രവി DC, സ്പേസ് കിഡ്സ് ഇന്ത്യ CEO ഡോക്ടർ ശ്രീമതി കേശൻ, ഭാരത് മാട്രിമോണി MDയും CEOയുമായ മുരുകവേൽ ജാനകിരാമൻ, ആച്ചി മസാല ഫുഡ് സ്ഥാപകൻ പത്മ സിംഗ് ഐസക്, സംഗീത ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ സ്ഥാപകൻ സുരേഷ് പത്മനാഭൻ, പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറന്റ് CEO സുമേഷ് ഗോവിന്ദ്, ടീം വർക്സ് ആർട്സ് MD സഞ്ജയ് കെറോയ്, ടോയ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് സ്ഥാപക സിന്ധു അഗസ്റ്റിൻ തുടങ്ങിയവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു. CTMA ജനറൽ സെക്രട്ടറി അൻവർ, AVA ഗ്രൂപ്പ് ചെയർമാനും CTMA അഡ്വൈസറുമായ AV അനൂപ്, ബിസ്കോൺ കോർഡിനേറ്റർ G. പ്രഷിത് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. 24 ചെന്നൈ. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.